You light up my life, yeah. Matilda. ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കല്യാണം ഉള്ളതുകൊണ്ട് കൂടി ഒരു എക്സ്ട്രാ കെയർ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ സ്കിന്ന് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ക്ലിയർ ആയിട്ടായിരുന്നു ഞാൻ നാട്ടിൽ വരുന്നവരെ ഉള്ളത്. നാട്ടിലെത്തി ഒരാഴ്ചൻ്റെ ഉള്ളിൽ എൻ്റെ ഫേസിൽ ഫുൾ കുരു വരാൻ തുടങ്ങി. പെട്ടെന്നുള്ള വെതർ ചേഞ്ച് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക് കോഴിക്കോട് എത്തി. അവിടുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ 2 ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു. ഒരെണ്ണം കാർബൺ ലേസർ ഫോർ ഫേസ് ആൻഡ് അടുത്തത് നെക്ക് പീലിംഗ് ആണ് ചെയ്തത്. ആൻഡ് ഈ 2 ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ചെയ്തത് November 25 ആൻഡ് December 1 ആയപ്പോഴത്തേക്ക് എൻ്റെ നെക്കിന്ന് പീലായിട്ട് വരാൻ തുടങ്ങി. ഇത് ഞാൻ December 1 എടുത്തിട്ടുള്ള ഫുട്ടേജ് ആണ് കേട്ടോ. ഞാൻ ഒരു കസിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കഴുത്തുനിന്ന് ഇങ്ങനെ തോല് പീലായി വരുന്നത് കണ്ടത്. പക്ഷെ ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ഒന്നും അല്ല കേട്ടോ. ബട്ട് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആഫ്റ്റർ പീലിംഗ് പീലായിട്ടുള്ള പോർഷനും പീലാവാനുള്ള പോർഷനും തമ്മിൽ നല്ല കളർ ഡിഫറൻസ് ഉണ്ട്. ഒരു 2-3 ഷെയ്ഡ്സിൻ്റെ ഡിഫറൻസ് എനിക്ക് എൻ്റെ കഴുത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഞാൻ നാട്ടിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊറിയൻ ഹെയർ സ്പാ ആയിരുന്നു. ഇത് ഞാനൊരു ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണോ ചെയ്തതെന്ന് വെച്ചാൽ അല്ല. ഞാനിപ്പോൾ ചുമ്മാ നാട്ടിൽ വന്നതാണെങ്കിലും ചിലപ്പോൾ ഞാൻ പോയി ചെയ്തേനെ. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയിട്ട് എടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്. പിന്നെ ഹെയർ സ്പാ ആണല്ലോ, എന്തായാലും ഹെയറിൽ വേറെ അങ്ങനത്തെ സ്മൂത്തനിങ്ങോ ബോട്ടോക്സോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ പിന്നെ ഒരു സ്പാ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എർത്തി ബൈ എലിൻസ ഹൈലൈറ്റ് മോളിലുള്ള ഇടത്തിൽ പോയിട്ട് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ അറൌണ്ട് 90 minutes ആയിരുന്നു. ഞാൻ എൻ്റെ മുന്നത്തെ ഏതൊരു വ്ളോഗിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഹെയർ സ്പാ ആയിരുന്നു. ആൻഡ് കുറേ ഡിഫറെൻറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ആ ഹെയർ സ്പാ കംപ്ലീറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഈ ഒരു സ്പായ്ക്ക് മുടിയാണെങ്കിലും സ്കാൽപ്പ് ആണെങ്കിലും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ബ്രൈഡൊന്നും അല്ലെങ്കിലും ചുമ്മാ നിങ്ങൾക്ക് ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു ഹെയർ സ്പാക്ക് പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൊറിയൻ ഹെയർ സ്പാ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് പരിപാടി ഹെയർ കളറിങ് ആയിരുന്നു. ഹെയറിൽ വേറെ ട്രീറ്റ്മെൻറ്റ്സ് ആസസ് എന്ന് വെച്ചാൽ ബോട്ടോക്സോ സ്മൂത്തനിങ്ങോ അങ്ങനത്തെ ഒന്നും ചെയ്യരുതെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. ആണെങ്കിൽ എൻ്റെ മുടി കഴിഞ്ഞൊരു 3-4 years ആയിട്ട് എപ്പോഴും ഞാൻ സ്മൂത്തൻ ചെയ്തിട്ടോ ബോട്ടോക്സ് ചെയ്തിട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ ക്രൗൺ ഏരിയ പഴയ മുടിയും എന്ന് വെച്ചാൽ എൻ്റെ ഒറിജിനൽ ടെക്സ്ചറും ബാക്കി മുടി എൻ്റെ ട്രീറ്റഡ് ഹെയർ ഒക്കെ ആയിട്ട് ഒരുമാതിരി അവസ്ഥയിലാണ് കിടക്കുന്നത്. പിന്നെ എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓൾസോ ഹെയർ കളർ ചെയ്യുമ്പോഴും ഇത്രയും ഔട്ട്ഫിറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാ ഔട്ട്ഫിറ്റ്സിനും ചേരുന്ന പോലെ അധികം ഇങ്ങനെ എടുത്ത് നിൽക്കാത്തൊരു ഷെയ്ഡ് വേണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയത് ടോണി ആൻഡ് ഗൈ ഹൈലൈറ്റ് മോളിൽ തന്നെയാണ്. ഞാൻ അവരോട് എനിക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു കളർ അവർ കാണിച്ച ബുക്ക്ലെറ്റിൽ നിന്ന് തന്നെ എടുത്തു. ആൻഡ് അത് ചെയ്ത് വന്നപ്പോഴുള്ള ലുക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആൻഡ് അമനും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു ഫൈനൽ ഒരു ഔട്ട്. ഒരു 5-6 hours എടുത്തിട്ടാണ് ഇത് ഫുൾ ഹെയർ കളർ ചെയ്തെടുത്തത്. മുടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായില്ല, ജസ്റ്റ് അടി മാത്രം ഒരു ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തു. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് സമേത ആയുർവേദിക്സ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. സമേതയിലാണ് ഞാൻ എൻ്റെ ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ അവിടെ പോയത് 19th December ആണ് കേട്ടോ. കല്യാണത്തിന് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ബ്രൈഡൽ പാക്കേജാണ് എടുത്തത്. അതിന് 1 day ട്രീറ്റ്മെൻറ്റും ഉണ്ട്, 3 days ഉള്ളതുകൊണ്ട് ഞാൻ 1 day ആണ് എടുത്തത്. നവേസ്ത എന്നാണ്, എനിക്ക് കറക്റ്റ് അത് അങ്ങനെയാണോ പറയാനറിയില്ല. ചെന്നപാട് നമ്മളൊരു ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണം. ദെൻ അവർ കുറച്ചധികം പാക്ക് നമ്മളെ മേല് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് അലർജിക്കൊന്നും അല്ല എന്ന് കൺഫേം ആക്കിയിട്ടാണ് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒക്കെ ഈ പാക്ക് അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു 3.5-4 മണിക്കൂർ വരുന്ന ഒരു ലോങ് പ്രോസസ്സ് തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ കേസിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഫേസിൽ 1 മാസം മുന്നേ ചെയ്തുകൊണ്ട് ഒരു പറഞ്ഞു മുഖത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ഒന്നും ഇടണ്ട. അതുകൊണ്ട് എൻ്റെ ഫുൾ ബോഡിയാണ് മെയിൻലി ചെയ്തത്. മേല് മുഴുവനായിട്ട് ഡിഫറെൻറ്റ് പാക്സ് ഇടുന്നുണ്ടായിരുന്നു, സ്ക്രബ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഒരു സ്റ്റീമിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ പോലെ അവർ കാലും കൈയൊക്കെ ഫുൾ ക്ലീൻ ആക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സമേതയിൽ ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ അവൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവൻ പുറത്തൊക്കെ പോയി അവൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വന്നത്. നല്ലതായിരുന്നു. ഒരു 3.5-4 മണിക്കൂറിന് എടുത്തു അല്ലേ? ശരിക്കും അത്രയും സമയം ഉണ്ട്. എൻ്റെ ഫേസിൽ ചെയ്തില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി ഫേസിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 month ഉള്ളിൽ. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ആയുർവേദ ട്രീറ്റ്മെന്റും കൂടെ ഇനി അതിൻ്റെ മുകളിൽ ചെയ്യണ്ട അങ്ങനെ പറഞ്ഞു. അപ്പം ടോട്ടൽ ഈ ഒരു പാക്കേജിന് 11,600 എന്തോ ആണ്. അപ്പം അതിൽ നിന്ന് ഫേസ് ചെയ്യാത്തതുകൊണ്ട് അവരൊരു 2,000 കുറച്ചു. അപ്പം അങ്ങനെയാണ് എനിക്കൊരു പേയ്മെന്റ് ആയത്. ആൻഡ് 2 തെറാപ്പിസ്റ്റാണ് ഉണ്ടായിരുന്നത്, അനുഷ ആൻഡ് അനുശ്രീ. അതിൽ ഒരാൾ പനങ്ങാട്ടുകാരി, ഞങ്ങളുടെ നാട്ടുകാരി. പക്ഷെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഗൗൺ ഇട്ടിട്ട് അതൊക്കെയല്ലേ കാണുന്നത്. പക്ഷെ അവിടെ ചെന്ന് ആദ്യത്തെ ഒരു 5 minute ശേഷം നമ്മളോട് ഫുൾ തുണി കഴിക്കാൻ പറഞ്ഞു. ആ രീതിയിലാണ്. അപ്പോൾ അത് അവർ വീണ്ടും പറഞ്ഞു മിക്ക ബ്രൈഡ്സും വരുന്നവർക്ക് അറിയില്ല, ഇവിടെ എത്തിയിട്ടാണ് അറിയുക, അപ്പോൾ അവരൊന്ന് ഞെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഒരു സംഭവമായിരുന്നു. മുടിയൊക്കെ സെറ്റ് ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ മുടി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ രാത്രി എയർബിഎൻബി ഹോട്ടൽ എവിടെയാണെങ്കിലും ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ മുടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ മുടി
എയർ ഡ്രൈ ആയിക്കോട്ടെ എന്ന് കരുതി വിട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമേ അവരൊരു കുഞ്ഞി ഹാമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് അവരുടെ ഷവർ ജെല്ലും ഒരു സോപ്പും ഒരു ലിപ് ബാമും ഉണ്ട്. പിന്നെ അവരൊരു റോസ് തന്നു, റോസ് കാറിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സമേതയിലെ ട്രീറ്റ്മെന്റ് വിശേഷങ്ങൾ. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് നേരെ പോയത് കൊച്ചിയിലേക്കാണ്. ഇനി നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ 3 ദിവസമുള്ളൂ. ആ 3 ദിവസം എനിക്ക് കുറച്ചധികം പരിപാടികൾ അല്ലാണ്ട് ചെയ്യാനുണ്ടായിരുന്നു. 20th എൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ട്രയൽ. അപ്പം അതേ ദിവസം കൊച്ചിയിൽ ഞാൻ രാവിലെ നെയിലാഷ് ബൈ സാൻവിയിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നെയിൽസിനും അതേപോലെ ലാഷസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്പോ ഒക്കെ ആയിട്ടാണ് പോയത്. സോ ഇതായിരുന്നു എൻ്റെ ഇൻസ്പോ. ആൻഡ് എൻ്റെ നെയിൽസ് ചെയ്തു വന്നപ്പം ഇങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ കൈൻ്റെയും കാലിൻ്റെയും നെയിൽസ് ചെയ്തു. ആൻഡ് നെയിൽസ് ചെയ്യാൻ കോഴിക്കോട് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഞാൻ എന്തിനാ കൊച്ചിയിൽ വന്നു വെച്ചാൽ എനിക്ക് ഇവിടെ വരണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ലാഷസ് ചെയ്യണമായിരുന്നു. ലാഷസ് ചെയ്യാൻ വേണ്ടി ഞാൻ കോഴിക്കോട് നോക്കിയിട്ട് വേറെ എവിടെയും കണ്ടില്ല. അപ്പം ലാഷസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ലാഷസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു വ്യത്യാസം നമ്മളെ ഒറിജിനൽ ലുക്ക് ഈ ലാഷസ് ചെയ്യുമ്പോഴത്തേക്കുണ്ട്. ഒരു ഭയങ്കര ഡ്രാമാറ്റിക് ലുക്ക് അങ്ങനെയൊന്നും അല്ല, അത്യാവശ്യം നാച്ചുറലായിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബ്രൈഡൽ വീക്ക് നമ്മൾ കുറച്ചും കൂടെ ഫുൾ ടൈം എപ്പോൾ നമ്മളെ കണ്ടാലും കുറച്ചും കൂടെ ഒരുങ്ങിയ പോലെ ഫീൽ ചെയ്യായിരുന്നു. ആൻഡ് ലാഷസിന് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആഫ്റ്റർ കല്യാണം ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ നമ്മളെ കണ്ണ് നല്ല വെടർന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 22nd ആണ്. ഇന്നാണ് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വന്നത്. കാരണം ലാഷസ് ചെയ്തതിന് ശേഷം 24 hours വെള്ളം തൊടരുത്, 48 hours സ്റ്റീം തൊടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഉച്ചയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹൈലൈറ്റിലുള്ള സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിലാണ് വന്നത്. അപ്പം ഫേഷ്യൽ ചെയ്യാനിരിക്കുക. വാക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ വാക്സിൻ അത്യാവശ്യം പെയിൻഫുൾ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വാക്സിൻ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വീറ്റിൻ്റെ ക്രീമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വീട്ടിലെത്തിയിട്ട് അത് വെച്ചിട്ട് തന്നെ സെറ്റാക്കാം. പിന്നെ അതെന്ന് വെച്ചാൽ എൻ്റെ 2-3 ഔട്ട്ഫിറ്റ്സ് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ വാക്സ് ചെയ്താൽ വൃത്തിയായനെ, ബട്ട് പെയിൻഫുൾ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം വേണ്ട വെച്ചു. സോ അവിടുന്ന് ഒരു ഫേഷ്യൽ പ്ലസ് ടാൻ റിമൂവൽ ചെയ്തു. ആൻഡ് ഫേഷ്യൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഒരു കൈ മാത്രം വാക്സ് ചെയ്ത് നോക്കാം, പെയിൻ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഫുൾ ഹാൻഡും പുറവും മാത്രം നമുക്ക് വാക്സ് ചെയ്യാം. അങ്ങനെ എൻ്റെ പുറവും ഫുൾ കൈയും വാക്സ് ചെയ്തു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു ഫുൾ വാക്സ് ചെയ്യുന്നത്. ആദ്യത്തെ 2-3 ദിവസം അങ്ങനത്തെ റിയാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 27th ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ പുറത്ത് ഫുള്ളായിട്ട് കുരു വരാൻ തുടങ്ങി. ആൻഡ് എന്നിട്ട് എൻ്റെ വീട്ടിലെ റിസപ്ഷൻ അന്നേക്ക് എൻ്റെ പുറത്ത് ഫുൾ കുരുവാണ്. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തത് മാത്രമല്ല അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതും കൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. സോ ഇൻ കേസ് നിങ്ങൾ വാക്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഫംഗ്ഷനോട് അടുപ്പിച്ചിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ഞാൻ വാക്സ് ചെയ്തതിനു ശേഷം ഇപ്പോഴും എൻ്റെ പുറത്ത് അതിൻ്റെ കുരുക്കളും അതിൻ്റെ പാടും ഉണ്ട്.